നമസ്കാരം. പവൻ പ്രീമിയം ടൈലിംഗ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ കണ്ടന്റുകൾ അറിയാൻ കൊണ്ട് ഈ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നമ്മുടെ ഈ പുതിയ വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SS ഫിറ്റിംഗ്സിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ SS 304 ഫിറ്റിംഗ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെന്തുകൊണ്ട് കിച്ചൺ യൂസ്, അതുപോലെ തന്നെ ബാത്റൂമിന്റെ യൂസിനെല്ലാം ഏറ്റവും മികച്ചതെന്നൊന്നും പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചേച്ചി ആദ്യം തന്നെ നമ്മൾ SS 304 സ്റ്റീൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ SS 304 സ്റ്റീലിന് 18/8 സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 18% ക്രോമിയവും അതുപോലെ തന്നെ 8% നിക്കലുമാണ് ചേർന്നിരിക്കുന്നത്. ഇങ്ങനൊരു കോമ്പോസിഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇതിന് തുരുമ്പിന്റെ റെസിസ്റ്റൻസ്, അതായത് കൊറോഷൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത് വെറ്റായിട്ടുള്ള ഏരിയയിൽ ഉപയോഗിക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സ്റ്റീലാണ്. നമുക്ക് ഇതിന്റെ കോമ്പോസിഷൻ ഞാൻ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്, അതും കൂടെ നോക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ SS 304 സ്റ്റീലിലെ ഈ ക്രോമിയം ഈ സ്റ്റീലിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലെയർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് തുരുമ്പെടുക്കാനുള്ള ചാൻസുകൾ വളരെയായിട്ട് കുറയ്ക്കുന്നു, വളരെ ലഘുവാക്കുന്നു. അതുപോലെ തന്നെ ഈ നിക്കൽ കണ്ടന്റ് 8% ഉള്ള നിക്കൽ കണ്ടന്റ് ഈ SS 304 സ്റ്റീല് ഒരിക്കലും തുരുമ്പെടുക്കാത്ത രീതിയിൽ ഇത് മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റീലാണ്. അപ്പോൾ നമുക്കിനിയും SS 304ഉം അതിൻ്റെ തൊട്ട് താഴത്തെ ഗ്രേഡായ SS 201ഉമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ SS 201 എന്ന് പറയുന്നത് ഈ SS 304നേക്കാളും ചീപ്പാണ്, റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ SS 201ന് നിക്കൽ കണ്ടന്റ് കുറവാണ്. ഈ നിക്കൽ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ ഇത് തുരുമ്പെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ വീട്ടിൽ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ സ്റ്റീലാന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പല സാധനങ്ങളും തുരുമ്പെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനുള്ള കാരണം ഇതാണ്. ഇതുപോലുള്ള ചീപ്പായിട്ടുള്ള സ്റ്റീലുകൾ ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. അത് വെറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തുരുമ്പെടുക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ SS 304 തന്നെ വെറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ ചൂസ് ചെയ്യുക. ഇതുപോലുള്ള 201 ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊറോഷൻ അടിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ SS 304ഉം അതുപോലെ തന്നെ SS 201ഉം തമ്മിലൊരു കമ്പാരിസൺ നടത്തിയത്. നമുക്കിനി SS 304 സ്റ്റീലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ SS 304 സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ കൊറോഷൻ റെസിസ്റ്റൻസ് ആണ് ഇതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും കൊറോഷൻ എടുക്കത്തില്ല. അത് തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസി ടു ക്ലീൻ ആണ്, ഹൈജീനിക് ആണ്. നമുക്ക് ഈ അഴുക്കൊക്കെ കയറി ഇരുന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പോവാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ SS 304 വരത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഡ്യൂറബിൾ ആണ്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം ഇത് കിടക്കും. സാധാരണ ഈ 201 പോലത്തെ സ്റ്റീലുകൾ യൂസ് ചെയ്യുന്നിടത്ത് SS 304 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 വർഷം 25 വർഷമൊക്കെ ഇത് ഒരു പ്രശ്നമില്ലാതെ കിടക്കും. തുരുമ്പടിക്കാതെ, ഒരു പ്രശ്നങ്ങൾ കേടുപാട് വരാതെ കിടന്നോളും. അതുപോലെ നാലാമതായിട്ട് നമുക്കിതിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണിയാണ്. നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു സ്റ്റീലിന് ചീപ്പായിട്ടുള്ള സ്റ്റീൽ വാങ്ങിച്ചിട്ട് അത് പെട്ടെന്ന് കേടായി പോകുന്നതിനേക്കാളും 2 രൂപ കൂടുതൽ കൊടുത്ത് നല്ല ഇതുപോലെ SS 304 പോലത്തെ നല്ല പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് 20 വർഷം കിടക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് ഈ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഒരുപാട് ലൈഫ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ SS 304 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ. അല്ലാതെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് SS 304 സ്റ്റീലിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീട്ടിലെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൺ സിങ്കിലേക്ക് യൂസ് ചെയ്യാം. കിച്ചൺ സിങ്ക് നമുക്ക് SS 304ൻ്റെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കിച്ചൻ്റെ ടാപ്പുകൾ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ബാത്റൂമിൻ്റെ ഷവർ ഹെഡ്, ബാത്റൂമിൻ്റെ ടാപ്പുകൾ, അതുപോലെ തന്നെ ബാത്റൂമിലെ ടവൽ റോഡ്, ടവൽ റാക്ക്, നാപ്കിൻ ഹോൾഡർ, അങ്ങനെ പല പ്രോഡക്റ്റുകൾ SS 304ൻ്റെ അവൈലബിൾ ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻ ഇതിൽ കൂടുതലുണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ആണ് നോക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ SS 304 സ്റ്റീലിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും ഞാൻ ഇത് ക്ലിയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചേച്ചി ഇനിയും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, വീട്ടിലേക്ക് ഫിറ്റിങ്സുകൾ വാങ്ങിക്കുമ്പോൾ ഉറപ്പായിട്ട് SS 304 തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് ഒരുപാട് ലൈഫ് കൂടുതൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ SS 304ൻ്റെ പ്രൊഡക്റ്റുകൾ വരുന്നത്. അത് എന്തു തന്നെയാണെങ്കിലും അതിന് ലൈഫ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് തുടർന്നും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുടർന്നും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.